ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ബുക്ക് ഹൗസ്. ലെറ്റ്സ് ഓപ്പൺ ആ ബുക്ക്. നമ്മളിന്ന് ഭാഷയുടെ ഒറിജിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ, എവറിഡേ ലൈഫിൽ ലാംഗ്വേജിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ടല്ലേ. പക്ഷേ നമ്മളത് മിക്കവാറും ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാറില്ല. നമ്മളതിനൊരു ഗ്രാൻഡഡ് ആയിട്ടാണ് എടുക്കാറല്ലേ. ഇത് സാധാരണയായി സംഭവിക്കുന്നൊരു കാര്യം എന്നതിനപ്പുറം അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കാറില്ല പലപ്പോഴും. അപ്പോൾ ലാംഗ്വേജ് നമുക്ക് അങ്ങനെ ആവാനൊരു കാര്യം മേ ബി അതിൻ്റെ ഫെമിലാരിറ്റി ആയിരിക്കാം. നമ്മൾ കഴിക്കുന്ന പോലെ, ബ്രീത്ത് ചെയ്യുന്ന പോലെ, ഉറങ്ങുന്ന പോലെ വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ എവറിഡേ ലൈഫിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫണ്ടമെൻ്റൽ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പ്രൈമർലി സ്പോക്കൺ ആണ്. അതായത് ലാംഗ്വേജ് ഇസ് സംതിങ് ഫോർ സ്പോക്കൺ അല്ലേ. ദാറ്റ് ഇസ് സ്പോക്കൺ ആൻഡ് നോട്ട് റിട്ടൺ. എഴുതുക എന്നതല്ല ലാംഗ്വേജിൻ്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യം അല്ലേ. എഴുത്ത് അതുപോലെ ലിപി ഒക്കെ പിന്നീട് വന്നതാണ്. ലാംഗ്വേജസ് പ്രൈമർലി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദാറ്റ് ഇസ് സ്പോക്കൺ. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് അല്ല, അതൊരു സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ലാംഗ്വേജ് ആണ്. കുറേ വിസിബിൾ ആയിട്ടുള്ള സിമ്പിൾസ് യൂസ് ചെയ്ത് ലാംഗ്വേജ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എഴുത്ത് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഫണ്ടമെൻ്റലി ഒരു സിഗ്നലിംഗ് സിസ്റ്റമാണ്. നമ്മുടെ ഓക്കൽ ഓർഗൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിഗ്നലിംഗ് സിസ്റ്റം. അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മറ്റ് മൃഗങ്ങൾ, ആനിമൽ കിങ്ഡത്തിൽ മനുഷ്യനെ ബാക്കി ആനിമൽസിൽ നിന്ന് നമ്മളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു സാധനമാണല്ലേ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഫീച്ചറാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായി? വെറുതെ ലാംഗ്വേജ് ഉണ്ടായതല്ല. ഇത് കുറേ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന ഒരു പ്രോസസ്സാണ്. അതിലൂടെയാണ് ലാംഗ്വേജ് ഉണ്ടായിട്ടുള്ളത്. ലാംഗ്വേജിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ കുറേ തിയറീസിനെ പറ്റി സംസാരിക്കാറുണ്ട്. അതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഈ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സബ്സ്ക്രൈബറിൻ്റെ റിക്വസ്റ്റ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ലാംഗ്വേജിൻ്റെ ഒറിജിനെ പറ്റി സംസാരിക്കാം. ലാംഗ്വേജിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം, എഡ്വേർഡ് സാപ്പിയറിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആരാണ്? ഒരു വെൽ നോൺ ഫിലോളജിസ്റ്റാണ്. അദ്ദേഹം ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? എ പ്യുവർലി ഹ്യൂമൻ ആൻഡ് നോൺ ഇൻസ്റ്റിങ്ക്റ്റീവ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ് എന്നാണ് എഡ്വേർഡ് സാപ്പിയർ ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എഡ്വേർഡ് സാപ്പിയറിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡെഫിനേഷൻ എന്താ? എ പ്യുവർലി ഹ്യൂമൻ ആൻഡ് നോൺ ഇൻസ്റ്റിങ്ക്റ്റീവ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ് മാത്രമല്ല, ഇമോഷൻസ് ആൻഡ് ഡിസയേഴ്സ്. എന്തിലൂടെ? ബൈ മീൻസ് ഓഫ് എ സിസ്റ്റം ഓഫ് വോളണ്ടറിലി പ്രൊഡ്യൂസ്ഡ് സിമ്പിൾസ്. അങ്ങനെയാണ് അദ്ദേഹം ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ മോഡേൺ റിസർച്ചേഴ്സൊക്കെ പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല, ചില ആനിമൽസിനും അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ ചില സ്പീച്ച് ഓർഗൻസസ് ഒക്കെ പൊസസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഇല്ല എന്ന കാര്യങ്ങളൊക്കെയാണ്. നമുക്കാണ് ഇത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് അല്ലേ. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, മനസ്സിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ട്, പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെൻ്റ് ഉണ്ട്, പവർ ഓഫ് സ്പീച്ച് ഉണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് മനുഷ്യനെ ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ തിയറീസ് ഉണ്ട്. ഒറിജിൻ ഓഫ് ലാംഗ്വേജിനെ സംബന്ധിച്ച് കുറേ തിയറീസ് ഉണ്ട്. അപ്പോൾ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ തിയറീസ്, അതായത് കുറേ പ്രൈമറി തിയറീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോട്ട് ചെയ്യാൻ പറ്റും. അത്തരം തിയറീസിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. എല്ലാ തിയറീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസിനെ പറ്റി മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറേ തിയറീസ് ഉണ്ട് ലാംഗ്വേജിൻ്റെ ഒറിജിനായിട്ട് സംബന്ധിച്ച്. അതിൽ ഇതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡയറക്റ്റ് എവിഡൻസസ് വെച്ചിട്ടാണ്. അതായത് കുറേ ഇൻഡയറക്റ്റ് എവിഡൻസസ്, അതുപോലെ അസംഷൻസ്. എങ്ങനെയാണ് ഈ അസംഷൻസിലേക്ക് എത്തിച്ചേരുന്നത്? അതായത് ഈ കൊച്ചുകുട്ടികളുണ്ടല്ലോ, കുഞ്ഞു കുട്ടികൾ എങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രിമിറ്റീവ് മെൻ്റെ റെക്കോർഡഡ് ഹിസ്റ്ററി, അതുപോലെ ആനിമൽസിൻ്റെ സ്പീച്ച് ഹാബിറ്റ്സ്, അതുപോലെയുള്ള പല കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ തിയറീസിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് അല്ലേ. There are few theories about the origin of language and they are mostly founded on എന്തൊക്കെ വെച്ചിട്ടാണ്? on indirect evidences and assumptions. എന്തിനെ ബേസ് ചെയ്തിട്ട്? based on languages of children, recorded history of primitive man, speech habits of animals and behavior of people suffering from speech defects ഉള്ള ആൾക്കാരുണ്ട്. ഇതിന്നൊക്കെയാണ് നമ്മൾ തിയറീസ് എന്ത് ചെയ്യുന്നത്? ഫോർമുലേറ്റ് ചെയ്യുന്നത്. But all these theories have its own limitations അല്ലേ. എല്ലാ തിയറിക്കും അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. Philologists have identified and recognized 7 theories connected with the origin of language. Basically 7 theories ആണ് ഒറിജിൻ ഓഫ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. ആ തിയറീസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ തിയറി ബൗബൗ തിയറിയാണ്. ബൗബൗ എന്ന് പറയുമ്പോൾ നമുക്ക് ഡോഗിനെ ഓർമ്മ വരും അല്ലേ. അപ്പോൾ
ഈ തിയറി എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദ പ്രിമിറ്റീവ് മാൻ ഇമിറ്റേറ്റ് ദ ക്യാരക്ടറിക് സൗണ്ട്സ് ഓഫ് ഒബ്ജക്ട്സ് ഓർ ക്രീച്ചർ ദാറ്റ് ഹി ഹാസ് ടു സ്പീക്ക് ടു എബൌട്ട്, അല്ലേ? അതായത് പ്രിമിറ്റീവ് മാൻ നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ആനിമലിനെ പറ്റി അറിയാം, ആ ആനിമലിനെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്, നമുക്ക് പരിചയമുണ്ട്. ആ ആനിമലിൻ്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള സൗണ്ട് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സൗണ്ട് പ്രിമിറ്റീവ് മാൻ എന്ത് ചെയ്തു? അനുകരിച്ചു. അങ്ങനെയാണ് ഭാഷ ഫോം ചെയ്ത് വന്നത് എന്ന് പറയുന്ന തിയറിയാണ് ബൗബോ തിയറി. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏതാ? ഒരു കൊച്ചുകുട്ടിയല്ലേ, കൊച്ചുകുട്ടിക്ക് ഭാഷയൊന്നും നന്നായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. ആ കുട്ടി ഒരു പട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പട്ടിയെ പറ്റി സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ബൗബോ എന്നാണ് പറയണത്, അല്ലേ? പട്ടിയെ ബൗബോ എന്നാണ് പിള്ളേർ പറയുക. അപ്പോൾ ആ കുട്ടി എന്താണ് ചെയ്യുന്നത്? ആ പട്ടിയുടെ, ആ ജീവിയുടെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഈ ഒരു കുട്ടി, ആ കുട്ടിയുടെ പ്രിമിറ്റീവ്, അതായത് പ്രീ ഹിസ്റ്റോറിക് ടൈമിലുള്ള കുട്ടിയുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്നുള്ള ഈ ഒരു ഹാബിറ്റ്, ആൻസിസ്റ്റേഴ്സിനും ഈ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത് അതിൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഈ ഒരു സ്വഭാവം ഈ കുട്ടിക്ക് കിട്ടിയത് കുട്ടിയുടെ പ്രീ ഹിസ്റ്റോറിക് ടൈമിലുള്ള ആൻസിസ്റ്റേഴ്സിൽ നിന്ന്, അഡൽട്ട് ആൻസിസ്റ്റേഴ്സിൽ നിന്ന് ആണ് എന്നതാണ്. ഇതിനെ കുറച്ചും കൂടി സാധൂകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇംഗ്ലീഷിൽ പല വാക്കുകളും ആ വാക്ക് പറയുമ്പോൾ ആ വാക്ക് ഡിനോട്ട് ചെയ്യുന്ന ആ ഒരു ആക്ഷനെ നമുക്ക് മനസ്സിലാവും. അത് ഫ്ലാഷ്, സ്പ്ലാഷ്, സ്നീസ് പോലുള്ള വാക്കുകൾ ആ വാക്ക് പറയുമ്പോൾ തന്നെ ആ വാക്ക് ഡിനോട്ട് ചെയ്യുന്ന ആക്ഷൻ, അതിൻ്റെ ഒരു എന്താണ് ഒരു ഇമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ അവിടെ വരുന്നുണ്ട്, അല്ലേ? അതും കൂടി ഇവിടെ ചേർത്ത് പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എല്ലാ തിയറിക്കും ലിമിറ്റേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊരു കൺക്ലൂസീവ് തിയറി അല്ല. പക്ഷേ ചില നമ്പർ ഓഫ് വേർഡ്സിൻ്റെ കാര്യത്തിലെങ്കിലും ഈ ഒരു തിയറി വാലിഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ തിയറി ഏതാ? ബൗബോ തിയറിയാണ്. അതിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് എന്താ പറഞ്ഞത്? പട്ടി. ഒരു കൊച്ചുകുട്ടി പട്ടിയെ പറ്റി ബൗ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടി എന്താണ് ചെയ്യുന്നത്? ആ പട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ഒരുപാട് വേർഡ്സിൽ ആ വാക്ക് കേൾക്കുമ്പോൾ ആ ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ആ ഒരു ആ ഒരു റിസംബ്ലൻസ് നമുക്ക് മനസ്സിലാവും. സ്പ്ലാഷ്, ഫ്ലാഷ് ഒക്കെയാണ് അതിന് എക്സാമ്പിളായിട്ടുള്ള വേർഡ്സ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആദ്യത്തെ ബൗബോ തിയറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ തിയറി ഡിങ് ഡോങ് തിയറിയാണ്. ഈ തിയറി അഡ്വാൻസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇമിനൻ്റ് ആയിട്ടുള്ള ജർമ്മൻ സ്കോളറും ഫിലോളജിസ്റ്റുമായിട്ടുള്ള മാക്സ് മുള്ളറാണ്. പക്ഷേ പിന്നീട് ഈ തിയറിയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. മോഡിഫൈഡ് ആൻഡ് അഡോപ്റ്റഡ് ബൈ മെനി അതേഴ്സ്. ഈ തിയറിയുടെ ഒരു ഡെഫിനിഷൻ എങ്ങനെയാണ്? തിയറിയുടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: അക്കോർഡിംഗ് ടു ദിസ് തിയറി, ലാംഗ്വേജ് ഹാസ് ഒറിജിനേറ്റഡ് ഇൻ ദ സെൻസ് ഓഫ് റിതം. സെൻസ് ഓഫ് റിതമാണ് ഇവിടെ വരുന്നത്. ഇനേറ്റ് ഇൻ മെൻ ആൻഡ് റിലേറ്റിംഗ് ഹിം ടു ദ റെസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് ഇസ് റിത്മിക്. അതായത് ഭാഷ എന്ന് പറയുന്നത് ഒരു സെൻസ് ഓഫ് റിതത്തിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെൻസ് ഓഫ് റിതം മനുഷ്യനിൽ ഇനേറ്റ് ആണ് എന്നും, ഈ ഒരു സെൻസ് ഓഫ് റിതം മനുഷ്യന് മാത്രമല്ല, മനുഷ്യന് ഇനേറ്റ് ആയിട്ട് സെൻസ് ഓഫ് റിതം ഉണ്ട്. ഈ ഒരു റിതം യൂണിവേഴ്സിൽ കംപ്ലീറ്റ് ആയിട്ടും ഉണ്ട്. അപ്പം ഈ ഒരു സെൻസ് ഓഫ് റിതം യൂണിവേഴ്സിലും ഉണ്ട്, മനുഷ്യനിലും ഉണ്ട്. ഈ ഒരു സെൻസ് ഓഫ് റിതമാണ് മനുഷ്യനെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നും, ഈ ഒരു സെൻസ് ഓഫ് റിതത്തിൽ നിന്നാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതും എന്നാണ് നമ്മുടെ മുള്ളർ പറയുന്നത്. ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് മനുഷ്യന്മാർക്ക് നേച്ചറിൽ ഉണ്ടാകുന്ന സൗണ്ട്സിനെ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട്, അല്ലേ? ആ ഒരു ടെൻഡൻസിയിൽ നിന്നാണ് ഈ ഒരു തിയറി ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, പ്രിമിറ്റീവ് ആയിട്ടുള്ള മനുഷ്യന്മാർ നേച്ചറിലുണ്ടായ ആ ഒരു റിതം ഒബ്സർവ് ചെയ്തിരുന്നു എന്നാണ്. അതായത് ഒരു അരുവി ഒഴുകുന്നത്, മരങ്ങളിങ്ങനെ കാറ്റടിച്ച് ആടുന്നത്, ഇതിലൊക്കെ ഒരു റിതമുണ്ട്, അല്ലേ? ഈ റിതം എല്ലാം അവർ ഒബ്സർവ് ചെയ്തിരുന്നു എന്നാണ്. ഒബ്സർവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ആ ഒരു റിതം, അതാണ് ഡിങ് ഡോങ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ബുച്ചർ എന്താ പറയുന്നത്? ബുച്ചർ പറയുന്നത് വെച്ചാൽ, പ്രിമിറ്റീവ് ഫോം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ റിഥമിക് ഹം അല്ലെങ്കിൽ ഒരു ചാൻഡ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. According to Butcher, the most primitive form of speech was a sort of simple rhythmic hum or chant, keeping time with the step on walking or while the hand at work. അല്ലേ, നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈയുടെ ചലനം, അതുപോലെ നമ്മുടെ ഫുഡ് സ്റ്റെപ്പിൻ്റെ ചലനം, എല്ലാത്തിലും ഒരു റിതം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തിയറിയിൽ മേ ബി ചിലപ്പോൾ ഒരു ഗ്രെയിൻ ഓഫ് ട്രൂത്ത് ഉണ്ടായിരിക്കാം, ബട്ട് സ്റ്റിൽ ഇന്ന് ഈ തിയറി കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്? നെഗ്ലക്റ്റഡ് ആണ്. ഇനി മൂന്നാമത്തെ തിയറിയാണ് നമ്മുടെ പൂപ്പു തിയറി. പൂപ്പു തിയറിയിൽ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദ തിയറി, ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ഇസ് ടു ബി ട്രേസ്ഡ് ടു ദ ഇൻവോളണ്ടറി എക്സ്ക്ലമേഷൻ ഓഫ് പെയിൻ, സർപ്രൈസ്, പ്ലഷർ ഓർ വോ വിച്ച് ഹ്യൂമൻ ബീങ്സ് മേക്ക്.
ഇതിലെന്താ പറയുന്നത്, ലാംഗ്വേജ് എങ്ങനെയാണ് ഉണ്ടായത്, എവിടെ നിന്നാണ് ലാംഗ്വേജിനെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം, നമ്മൾ സർപ്രൈസ്ഡ് ആവുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ സർപ്രൈസ് ഉണ്ടാവും, നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു റിയാക്ഷൻ, അത് ഇൻവോളണ്ടറി ആണല്ലേ, ഇൻവോളണ്ടറി ആയിട്ടുള്ള ആ ഒരു റിയാക്ഷൻ, അതിൽ നിന്നാണ് നമുക്ക് ലാംഗ്വേജിൻ്റെ ഒറിജിനെ ട്രേസ് ചെയ്യാൻ പറ്റുക എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഈ തിയറിയുടെ വക്താക്കൾ പറയുന്നത്, ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ഇത്തരം എന്താണ് നമ്മൾ കൊടുക്കുന്ന റിയാക്ഷൻസ്, അതായത് ഇൻവോളണ്ടറി ആയിട്ടുള്ള റിയാക്ഷൻസ്, അതുപോലെയുള്ള ഇമോഷണൽ ഇൻ്റർജെക്ഷൻസ് അല്ലേ, നമ്മൾ പെട്ടെന്ന് സന്തോഷം വരുമ്പോൾ സങ്കടം വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഇൻവോളണ്ടറി റിയാക്ഷൻസ്, ആ ഇമോഷണൽ ഇൻ്റർജെക്ഷൻസ് ആണല്ലേ, അതായത് ഓ അല്ലെങ്കിൽ ഹോ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലുള്ള ഈ ഇമോഷണൽ ഇൻ്റർജെക്ഷൻസിൻ്റെ ഒരു റിഫൈൻഡ് ഫോമാണ് ഇന്നത്തെ ഭാഷ എന്നാണ് അവരവകാശപ്പെടുന്നത്. ഈ ഒരു ഇമോഷണൽ ഇൻ്റർജെക്ഷൻസിന് ആനിമൽസിൻ്റെ ക്രൈയുമായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പേര് എവിടെ നിന്ന് വന്നു? ദിസ് തിയറി ഡിറൈവ്സ് ദി നെയിം ഫ്രം എക്സ്പ്രഷൻ പൂ 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 വിച്ച് വാസ് എംപ്ലോയിഡ് ഇൻ ദ ഫ്രൈസ്ഡ് പൂ പൂ തിങ്. അതാണ് നമ്മുടെ പൂപ്പു തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറിയിൽ എന്താ പറയുന്നത്, നമ്മുടെ ഭാഷയുടെ പ്രിമിറ്റീവ് ഫോം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇമോഷണൽ ഇൻ്റർജെക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഇൻവോളണ്ടറി റിയാക്ഷൻസ് ആണ്. എന്തിനോടുള്ള സർപ്രൈസ്, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻവോളണ്ടറി റിയാക്ഷൻസ്, ഇമോഷണൽ ഇൻ്റർജെക്ഷൻസിൻ്റെ ഒരു റിഫൈൻഡ് ഫോമാണ് ഭാഷ എന്നാണ് പൂപ്പു തിയറി പറയുന്നത്. 4ാമത്തെ തിയറിയാണ് ജഷ്യ തിയറി. ജഷ്യ തിയറി ആരാണ് അഡ്വാൻസ് ചെയ്തിരിക്കുന്നത്? വില്യം വൂണ്ടാണ് ഈ തിയറി എന്ത് ചെയ്തിരിക്കുന്നത്, അഡ്വാൻസ് ചെയ്യുന്നത്. പിന്നീട് ഇതിനെ റീട്രേസ് ചെയ്യുന്ന റിച്ചാർഡ് പേജ് ആണ് കേട്ടോ. പേജ് തൻ്റെ ഹ്യൂമൻ സ്പീച്ച് എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് ഇതിനെ റീട്രേസ് ചെയ്തിരിക്കുന്നത്. ഇതിലെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ജഷ്യ തിയറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വൂണ്ട് പറയുന്നത് വെച്ചാൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഭാഷയൊന്നും ആയിരുന്നില്ല. ഹ്യൂമൻ ബീങ്സ് തമ്മിൽ നടത്തുന്ന ഒരു ജെസ്റ്റേഴ്സ്, കൈയോ കാലോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ആ ഒരു എന്താണ് ആംഗ്യത്തിലൂടെയാണ് ഭാഷ. അന്ന് അതായിരുന്നു കമ്മ്യൂണിക്കേഷൻ, അതായിരുന്നു പ്രിമിറ്റീവ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് വൂണ്ട് പറയുന്നത്. ഇപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഒരാളിനോടൊക്കെ നമ്മൾ അങ്ങനെയാണല്ലേ സംസാരിക്കുക, ആംഗ്യ ഭാഷ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുക. കൈയാട്ടി വിളിക്കും, അല്ലെങ്കിൽ എഗ്രിമെൻറ്റിലോ ഡിസഗ്രിമെൻറ്റിലോ തല ഇങ്ങനെ ആട്ടും അല്ലേ. അതുപോലുള്ള ജെസ്റ്റേഴ്സ് ആയിരുന്നു പ്രിമിറ്റീവ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഫോം ഓഫ് ലാംഗ്വേജ് എന്നാണ് ജഷ്യ തിയറി പറയുന്നത്. അവർ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഒരു ജെസ്റ്റർ ഉണ്ടാക്കുമ്പോൾ, കൈ കൊണ്ടൊരു ജെസ്റ്റർ ഉണ്ടാക്കുമ്പോൾ, ഇത് യൂഷ്വലി നമ്മുടെ എന്താണ് വോക്കൽ ഓർഗൻസിലും ഒരു കറസ്പോണ്ടിങ് മൂവ്മെൻറ്റ് ആ സമയത്ത് ഉണ്ടാവുന്നതാണ്. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ, ഇങ്ങനെ കൈയാട്ടി വിളിക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് സെയിം ടൈമിൽ നമ്മുടെ വോക്കൽ ഓർഗൻസിൽ ഒരു കറസ്പോണ്ടിങ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. ശരിയായിരിക്കും അല്ലേ? നമുക്കും തോന്നാറുണ്ട്, നമ്മളിപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത ഒരാളോട് നമ്മൾ ജെസ്റ്റേഴ്സ് യൂസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് നമ്മളിങ്ങനെ തൊണ്ടനക്കില്ലേ, നമ്മുടെ വോക്കൽ ഓർഗനിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ലേ, അതായിരിക്കാം. കോഴ്സ് ഓഫ് ടൈമിൽ ഈ ഒരു സൈൻ ലാംഗ്വേജിൽ നിന്ന് മനുഷ്യൻ സ്പോക്കൺ ലാംഗ്വേജിലേക്ക് മാറിയിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത്. സർ പേഴ്സി നൺ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻസ് ഡേറ്റ ആൻഡ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് ഈ ഒരു തിയറിയെ ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ചില വാക്ക് എന്ന് പറഞ്ഞാൽ ഐ, മീ പോലുള്ള വാക്കുകൾ, നിങ്ങൾ ആ 2 വേർഡ്സും ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കി. ഐ, മീ തുടങ്ങിയ വാക്കുകൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് എന്ത് ചെയ്യാണ്, സ്പീക്കറിൻ്റെ നേരെ എന്ത് ചെയ്യാണ്, ഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് യു, ദോ പോലുള്ള വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചുണ്ടിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, ആരെയാണോ അഡ്രസ്സ് ചെയ്യുന്നത് അയാളിലേക്കായിരിക്കും ചുണ്ട് മൂവ് ചെയ്യുന്നത്. ഐ, മീ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത്, അപ്പോൾ ചുണ്ടും എൻ്റെ നേർക്കായിരിക്കും ഡ്രോ ചെയ്യുന്നത്. യു, ദോ എന്നൊക്കെ പറയുമ്പോൾ അയാളെ പറ്റിയാണ് സംസാരിക്കുന്നത്, അപ്പോൾ ചുണ്ട് അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഹിയർ, ദയർ പോലുള്ള വാക്കുകൾ ഇങ്ങനെ അട്ടർ ചെയ്യുമ്പോഴും ഇതുപോലുള്ള ഡിഫറൻസ് ഉണ്ടെന്ന് ഈ തിയറിയിൽ പറയുന്നുണ്ട്. അപ്പോൾ വേറൊന്നുമില്ല, ജെസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ സ്പോക്കൺ ലാംഗ്വേജ് ഉണ്ടായത് എന്നതാണ് ജെസ്റ്റർ തിയറി പറയുന്നത്. 5ാമത്തെ തിയറി യോഹിഹോ തിയറിയാണ്. ഈ തിയറി കൊണ്ടുവരുന്ന നോയറാണ് കേട്ടോ. നോയറിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, നോയറാണ് ഈ തിയറി കൊണ്ടുവരുന്നത്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ലാംഗ്വേജ് ഉണ്ടായിരിക്കുന്നത്, അതായത് ഒരു ഗ്രൂപ്പ് ആൾക്കാർ എന്തെങ്കിലും കഠിനമായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്നു, അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ലോഡിങ് തൊഴിലാളികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അവർ ഭയങ്കര ഹെവി ആയിട്ടുള്ള ജോലിയാണ് ചെയ്യണം, സാധനങ്ങൾ ലോഡ് ചെയ്യണം, അൺലോഡ് ചെയ്യണം, അങ്ങനെയുള്ള ജോലികൾ. ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ, അതായത് മരം മുറിക്കുക, അല്ലെങ്കിൽ മരത്തിൻ്റെ തടി എടുത്ത് എവിടെയെങ്കിലും കയറ്റുക, അതുപോലുള്ള ഫിസിക്കലി നല്ല പണി വേണ്ട ജോലികൾ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് മെൻ ഈ ഒരു ജോലി പെർഫോം ചെയ്യുന്ന സമയത്ത് ചില ഇൻവോളണ്ടറി വോക്കൽ നോയ്സസ് ഉണ്ടാക്കും. അത്രയും ഫോഴ്സ് എടുക്കുമ്പോൾ ചില ഇൻവോളണ്ടറി വോക്കൽ നോയ്സസ് ഉണ്ടാവും. അവിടെ നിന്നാണ് ഭാഷ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ തിയറി പറയുന്നത്. അതായത് വളരെ കഷ്ടപ്പെട്ട പവർഫുള്ളായിട്ടുള്ള മസ്കുലർ എഫേർട്ട് വേണ്ടി വരുന്ന ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ശ്വാസത്തിനെ നമ്മുടെ ലങ്സിൽ ട്രാപ്പ് ചെയ്യും ബൈ ടൈറ്റ്ലി ക്ലോസിങ് ദെയർ.
അതേ സമയത്ത് ആ ജോലി കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ സമയത്ത് അല്ലെങ്കിൽ ആ ജോലി അവസാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഗ്ലോട്ടസ് ഓപ്പൺ ചെയ്തിട്ട് ഈ ടാപ്പ് ചെയ്ത് വെച്ചിരുന്ന എയറിനെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരുന്ന എയർ ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ചില സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുമെന്നും ഇങ്ങനെയുള്ള വേരിയസ് ഗ്രോണിങ് നോയ്സസ് പിന്നീട് ഭാവിയിൽ എന്ത് ചെയ്തു? വാക്കുകളായിട്ട് മാറി എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള വാക്കുകൾ? ഹെവൻ, അറസ്റ്റ്, ലിഫ്റ്റ് പോലുള്ള അർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ ആയിട്ട് എന്ത് ചെയ്തു? വാക്കുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ ഒരു തിയറിക്ക് ഗ്രേറ്റ് വാല്യൂ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊരു ക്ലിയർ എക്സാമ്പിളാണ് എങ്ങനെയാണ് കൺസണൻറ്റ് വോക്കൽ സ്ട്രക്ചർ, ലാംഗ്വേജിൽ കൺസണൻറ്റ് വോക്കൽ സ്ട്രക്ചർ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് ഉള്ളതിനൊരു നല്ലൊരു എക്സാമ്പിളാണ് ഈ ഒരു തിയറി. അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു വാല്യൂ ഉള്ളൊരു തിയറിയുമാണ്. ഈ തിയറിക്ക് ഒരു വേരിയൻ്റ് ഉണ്ട്. വേരിയൻ്റ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് A.S. ഡയമണ്ട് ആണ്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, വാക്കുകളിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് സ്ട്രൈക്ക്, കട്ട്, ബ്രേക്ക് പോലുള്ള വാക്കുകളാണ് ആർട്ടിക്കുലേറ്റ് ചെയ്തത് എന്നാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇത്ര കൺഫ്യൂസ്ഡ് ആക്കുമൊന്നും വേണ്ട, ഇത് സിമ്പിളാണ്. ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് വേറൊന്നുമില്ല, നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട പണി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് നെഞ്ചടയ്ക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ബ്രീത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ നമ്മുടെ ബ്രത്ത് ഇങ്ങനെ ശ്വാസം മുട്ടണ മാതിരി തോന്നും. അങ്ങനെ നമ്മുടെ ലങ്സിനുള്ളിൽ ശ്വാസം ഇങ്ങനെ ട്രാപ്പായി കിടക്കും. അങ്ങനെ ആ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മുടെ ബ്രത്ത് എന്ത് ചെയ്യും? ഫ്രീലി ഇങ്ങനെ റിലീസ് ചെയ്യും. ആ സമയത്ത് അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ശ്വാസം ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അയ്യോ അയ്യേ എന്നുള്ള സൗണ്ട് നമ്മൾ ഉണ്ടാക്കില്ലേ? ചില ഗ്രോണിങ് നോയ്സസ് ഉണ്ടാവും. ആ നോയ്സസിൽ നിന്നാണ് ചില വാക്കുകൾ ഉണ്ടായത്. ആ നോയ്സസിൽ നിന്ന് വാക്കുകളുണ്ടായി. ഏതുപോലുള്ള വാക്കുകളെന്നാണ് പറയുന്നത്? ഈ വാക്കുകളല്ല, ഇത് അർത്ഥം വരുന്ന വാക്കുകൾ എന്നാണ് പറയുന്നത്. അതാണ് ഹീവ്, അറസ്റ്റ്, ലിഫ്റ്റ് പോലുള്ള അർത്ഥം വരുന്ന വാക്കുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. A.S. ഡയമണ്ട് പറയുന്നു വാക്കുകളുണ്ടായി, പക്ഷെ വാക്കുകൾ അതല്ല. ഏതാണ്? ലൈക്ക് സ്ട്രൈക്ക്, കട്ട്, ബ്രേക്ക് പോലുള്ള വാക്കുകൾ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ തിയറി. ആറാമത്തെ നമ്മുടെ മ്യൂസിക്കൽ തിയറിയാണ്. മ്യൂസിക്കൽ തിയറി എന്താ പറയുന്നത്? ഒറിജിൻ ഓഫ് ലാംഗ്വേജ് സോങ്സിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. This theory says that the origin of language is from songs or at any rate sweet music. അതായത് emerging from something earlier that included both. അതായത് മ്യൂസിക്കിൽ നിന്നാണ്. ഇത്രയേ ഉള്ളൂ. മ്യൂസിക്കിൽ നിന്നാണ് ഭാഷ അല്ലെങ്കിൽ വാക്കുകൾ ഒക്കെ ഉണ്ടായതെന്നാണ് മ്യൂസിക്കൽ തിയറി പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇത് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് ആരാണ്? ഡാനിഷ് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഓട്ടോ ജെസ്പേഴ്സൺ ആണ്. അദ്ദേഹം വിചാരിക്കുന്നത് വെച്ചാൽ ബൗബോ തിയറി അല്ലെങ്കിൽ പൂപ്പോ തിയറി, യോഹിഹോ തിയറി, ഇതിനൊക്കെ എന്താണ്? നമ്മുടെ ലാംഗ്വേജിൻ്റെ ഒറിജിൻ പാർഷ്യലി മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ലാംഗ്വേജിൻ്റെ ഒറിജിൻ ഇങ്ങനെ ട്രേസ് ചെയ്ത് പോകുമ്പോൾ അദ്ദേഹം എത്തിപ്പെടുന്ന ഒരു എന്താണ് നിഗമനം എന്താണ്? പ്രിമിറ്റീവ് ലാംഗ്വേജിൽ വളരെ ലോങ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് മ്യൂസിക്കൽ ഇൻ്റർവെൽസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. അപ്പോൾ ഏർലിയർ ലാംഗ്വേജ് ഒരു കൈൻഡ് ഓഫ് സോങ് പോലെ ആയിരുന്നു, വിത്തൗട്ട് വേർഡ്സ് ഇല്ല, ഭാഷ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഭാഷ ഉണ്ടാവുന്നതിന് മുന്നേ ആയതുകൊണ്ട് തന്നെ വാക്കുകളില്ലാത്ത ഒരു പാട്ട് പോലെയായിരുന്നു പണ്ടത്തെ ലാംഗ്വേജ് എന്നാണ് അദ്ദേഹം ആ ഒരു അസംഷനിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. വാക്കുകളില്ലാത്ത മ്യൂസിക്, പാട്ട് പോലുള്ള ആ ഒരു ഭാഷ അത് കമ്മ്യൂണിക്കേറ്റീവ് അല്ല, ബട്ട് മിയർലി എക്സ്പ്രസീവ് ആണ് എന്നുകൂടി ജെസ്പേഴ്സൺ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജെസ്പേഴ്സൻ്റെ തിയറി അസ്യൂം ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ജനറൽ ചേഞ്ചസ് എല്ലാ ലാംഗ്വേജുകളിലും, ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ എല്ലാ ലാംഗ്വേജുകളിലും ഇത്തരത്തിലുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ലാസ്റ്റ് തിയറിയാണ് കോണ്ടാക്ട് തിയറി. അടുത്ത് പറയുന്നത് ഏതാണ്? കോണ്ടാക്ട് തിയറിയാണ്. കോണ്ടാക്ട് തിയറി ആരാണ്? റെവസ് ആണ് അതെന്ത് ചെയ്യുന്നത്? അഡ്വൈസ് ചെയ്യുന്നത്. റെവസ് ആരാണ്? നമ്മുടെ ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫോമർ സൈക്കോളജി പ്രൊഫസറാണ്. അദ്ദേഹമാണ് ഈ ഒരു തിയറി എന്ത് ചെയ്യുന്നത്? അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ലാംഗ്വേജ് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് എന്നാണ്. മനുഷ്യൻ്റെ ആ ഒരു ആഗ്രഹം കാരണമാണ്, അല്ലെങ്കിൽ അതാണ് എന്താണ് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ റൂട്ട് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം എന്ത് സംഭവിച്ചു? കോണ്ടാക്ട് സൗണ്ട്സ് ഉണ്ടായി. ആ കോണ്ടാക്ട് സൗണ്ട്സ് കമ്മ്യൂണിക്കേറ്റീവ് അല്ല, പക്ഷേ എങ്ങനെയാണ്? വോയിസസ് ആണ്. അതായത് ആനിമൽസിൻ്റെ സൗണ്ട് പോലുള്ള, ആനിമൽസിൻ്റെ വോയിസസ് പോലുള്ള വോയിസസ് ആദ്യം ഉണ്ടായി, കമ്മ്യൂണിക്കേറ്റീവ് അല്ല. പിന്നീട് എന്തുണ്ടായി? പിന്നീട് കമ്മ്യൂണിക്കേറ്റീവ് സൗണ്ട്സ് ഉണ്ടായി. കമ്മ്യൂണിക്കേറ്റീവ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തുപോലുള്ളത്? അതായത് ഈ ബേർഡ്സിൻ്റെ മേറ്റിംഗ് കോൾസ്, അതുപോലെ എന്തെങ്കിലും അപകടം വരുമ്പോൾ ഈ കുഞ്ഞു കിളികളൊക്കെ അതിൻ്റെ അമ്മയെ വിളിക്കുന്ന ഒരു കരച്ചിലില്ലേ, യങ് നെസ്ലിങ്സിൻ്റെ ക്രൈ ഇൻ ഡേഞ്ചർ, അതുപോലുള്ള കരച്ചിലുകൾ, അത് കമ്മ്യൂണിക്കേറ്റീവ് ആണല്ലോ. ഒരു കാര്യം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മേറ്റിംഗ് കോൾസ് ആയാലും ഡേഞ്ചർ ആണെന്ന് അറിയിക്കുന്ന കോൾസ് ആയാലും വാട്ടെവർ, അത് എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് സൗണ്ട്സ് ആണ്. ആദ്യം നോൺ കമ്മ്യൂണിക്കേറ്റീവ് സൗണ്ട്സ് ഉണ്ടായി, ആനിമൽസിൻ്റെ ക്രൈ പോലെയുള്ള. അപ്പോൾ ആദ്യം കമ്മ്യൂണിക്കേറ്റീവ് അല്ലാത്ത സൗണ്ട്സ് ഉണ്ടായി, ലൈക്ക് ആനിമൽസ്.
പിന്നെ ആനിമൽസിൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് സൗണ്ട്സ് പോലത്തെ സൗണ്ട്സ് ഉണ്ടായി. പിന്നെ എന്ത് സംഭവിച്ചു? അടുത്ത നെക്സ്റ്റ് ക്രൈ എന്ന് പറയുന്നത് ഡിമാൻഡാണ്. അതല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസയറിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ബെഗ്ഗിങ്. അത് നമുക്കറിയാം അല്ലേ, ഈ ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ ബെഗ്ഗിങ്. അതുപോലെ സ്പീച്ച്ലെസ് ഇൻഫൻസിന് അമ്മയടുത്ത് വേണം, അല്ലെങ്കിൽ പാല് വേണം, അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പെറ്റ്സിന് വിശക്കുമ്പോൾ ഒക്കെ ഉള്ള ബെഗ്ഗിങ് ആണ്. അവരുടെ ഒരു ആവശ്യം, നീഡ്, സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, ഡിസയർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കരച്ചിൽ അതുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഉണ്ടായി? ആദ്യം നോൺ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള സൗണ്ട്സ് ഉണ്ടായി ആനിമൽസിൻ്റെ പോലെ. രണ്ടാമത് ആനിമൽസിൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് സൗണ്ട്സ് ഉണ്ട്. മേറ്റിംഗ് കോൾസ്, ഡേഞ്ചറിലിരിക്കുമ്പോൾ ഉള്ള കോൾസ് പോലുള്ള കമ്മ്യൂണിക്കേറ്റീവ് സൗണ്ട്സ് ഉണ്ടായി. മൂന്നാമത് എങ്ങനത്തെ സൗണ്ട്സ് ഉണ്ടായി? അതായത് ഒരു ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സാറ്റിസ്ഫാക്ഷന്, ഡിസയർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ക്രൈ ഉണ്ടായി എന്നൊക്കെയാണ് റെവസ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഹ്യൂമൻ ലാംഗ്വേജ് എങ്ങനെ ആർട്ടിക്കുലേറ്റഡ് ആയി എന്നാണ് അദ്ദേഹത്തിന്. ആ ഒരു കാര്യം അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് നമ്മുടെ കോണ്ടാക്റ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 തിയറി നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിലൊന്നും ഒരു ഫൈനാലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും പോസിബിലിറ്റീസോ പ്രോബബിലിറ്റീസോ ഉണ്ടാവാമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ തിയറീസ്